പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ബാനറിന്റെ പുറകിലായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. വില്ലാളി വീരനെ, വീരമണി കണ്ഠനെ, പുലിവാഹനനെ, ഒന്നമ്പല വാസനേ, വില്ലാളി വീരനെ, ഈ പ്രതിഷേധമായിട്ട് ഈ പരിപാടിയുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ബഹുമാനിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അവർകള്, പാർട്ടിയുടെ പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരി അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണൻ, കിസാൻ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ ഷാജി ആർ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബഹുമാനായ അഡ്വക്കേറ്റ് കെ ബിനുമോൻ, ശ്രീ വിജയകുമാർ മണിപ്പുഴ, മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഭക്തജനങ്ങളെ, നാളിതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭഗവാനെയും ഭഗവാന്റെ മുതലിനെയും കൊള്ളയടിക്കുന്ന വലിയ ഒരു നാശഭരണത്തിനെതിരായിട്ടുള്ള ധർമ്മസമരത്തിലാണ് നമ്മൾ ഇവിടെ അണിചേർന്നിരിക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് സുരേഷ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അവറുകളാണ്. അദ്ദേഹത്തെ ബഹുമാനായ അഡ്വക്കേറ്റ് എസ് സുരേഷ് അവറുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരി ബഹുമാനായ അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാർട്ടിയുടെ ബഹുമാനായ കലമുതിർന്ന നേതാവ് ശ്രീ വി എൻ ഉണ്ണി അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കിസാൻ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ ഷാജി ആർ നായർ അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ബിനുമോൻ, വിജയകുമാർ മണിപ്പുഴ എന്നിവരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, പാർട്ടിയുടെ മറ്റു ഭാരവാഹിത്വം വഹിക്കുന്നവര്, ബഹുമാനരായ സഹപ്രവർത്തകര്, അതേപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് ഭക്തജനങ്ങള് എല്ലാവരെയും ഈ യോഗത്തേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അവർകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോൻ, ജില്ലയിലെ തലമുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ വി എൻ ഉണ്ണി അവർകൾ, കിസാൻ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജി ആർ നായർ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പി ആർ അജിത് കുമാർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ വിജയകുമാർ മണിപ്പുഴ, ശ്രീ ഐരൂർ പ്രദീപ്, അഡ്വക്കേറ്റ് ബിനുമോൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് നാം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിലെ പത്ര ദൃശ്യമാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്ന വിവരങ്ങൾ വിശ്വാസികളായിട്ടുള്ള ഏതൊരു അയ്യപ്പ ഭക്തനെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്
ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമര പോരാട്ടം ധാർമ്മികതയുടെ സമരമാണ്, സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള സമരമാണ്, സാംസ്കാരികതയും ദൈവത്വത്തെയും ദൈവസങ്കല്പങ്ങളെയും സ്വാംശീകരിക്കുന്ന ഒരു സമരമാണ്. ഈ സമരം ദൈവികമായിട്ടുള്ള ഒരു സമരമാണ്. ഈ സമരത്തിൽ പോരാളികളായിട്ടൂടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയുടെ ഈ സമര പോരാട്ടത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ. ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കുവാൻ, വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെന്ന നിലയ്ക്ക് ഞങ്ങൾ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് അയ്യപ്പനാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ പാർട്ടിയുടെ ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. പത്തനംതിട്ട അയ്യപ്പൻ പിറന്നു വീണ മണ്ണും അയ്യപ്പൻ ക്ഷേത്രം കുടികൊള്ളുന്ന ശബരിമലയും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പത്തനംതിട്ടയുടെ മണ്ണിൽ നടക്കുന്ന ഈ സമരം വരാൻ പോകുന്ന ദിനങ്ങളിൽ ആളിപ്പടരുന്ന ഐതിഹാസികമായ ജനമുന്നേറ്റത്തിന്റെ തുടക്കമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അയ്യപ്പൻ പിറന്ന വീണ മണ്ണിൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ കാവൽക്കാരെ തന്നെ കൊള്ളയടിക്കുന്ന കാട്ടുകള്ളന്മാർ രംഗത്ത് വരുമ്പോ അവരെ പിടിക്കാൻ, അവരെ പുറത്താക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലുടനീളം രാജ്യം ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് നടക്കുന്ന ഈ സമരം വരാൻ പോകുന്ന ദിനങ്ങളിൽ ഇവരെയെല്ലാം പുറത്തു കൊണ്ടുവരുന്ന വലിയ ജനമുന്നേറ്റം തന്നെയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.